എനിക്കും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ശ്രീ ജീവൻ ബാബു IAS ഞങ്ങളെ രണ്ടുപേരെയുമാണ് സർക്കാർ ഔദ്യോഗികമായി അയക്കുന്നതിന് തീരുമാനിച്ചത്. സർക്കാരിൻ്റെ പ്രതിനിധിയായി എന്നെ അയക്കുന്നു എന്നുള്ള സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര സർക്കാരിനോട് ഇത് സംബന്ധിച്ചിട്ടുള്ള അനുമതി തേടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ യാത്രാനുമതി കേന്ദ്രം നൽകിയില്ല. പൊളിറ്റിക്കൽ ക്ലിയറൻസ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചീഫ് സെക്രട്ടറി തലത്തിൽ തന്നെ അതുപോലെ ഡൽഹി റെസിഡന്റ് കമ്മീഷണറും ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകളെല്ലാം ഓരോ ടേബിളിൽ നിന്നും മൂവ് ചെയ്യിപ്പിച്ച് അവസാനം ഫൈനൽ ഡിസിഷൻ എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ അത് നൽകപ്പെടാത്ത സാഹചര്യമാണ് ഉള്ളത്. അവസാന നിമിഷം വരെ ആ അനുമതിക്ക് വേണ്ടി കാത്തു. അപ്പോൾ ഇവിടേക്കുള്ള യാത്രയിലും ഇത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഡൽഹിയിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു റെസിഡന്റ് കമ്മീഷണർ. ഇന്നത്തെ ഒരു കാര്യത്തിൽ നമ്മൾ രാഷ്ട്രീയം കാണേണ്ട വല്ല കാര്യമുണ്ടോ? അതായത് വീണ ജോർജ്, നിങ്ങൾ കുവൈറ്റിലോട്ട് പോവാൻ നിങ്ങൾ കരുതിയ നല്ല കാര്യം, അതിലൊന്നും നമുക്ക് ഈ സമയത്ത് ഒന്നും തെറ്റ് പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ആ ഒരു നമ്മുടെ നാട്ടിലൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാരെത്തുന്ന പോലെ തന്നെ വിത്തിൻ ഡേ സെയിം ഡേയിൽ നിങ്ങൾ അവിടെ പോവാൻ തോന്നി, അല്ലെങ്കിൽ നിങ്ങൾ അതിന് ട്രൈ ചെയ്ത് നല്ലൊരു കാര്യം. പക്ഷേ അതിന് പോവാൻ പറ്റിയില്ല. പറ്റാത്തതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി തന്നെ ആ സ്പോട്ടിൽ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. വിത്തിൻ 1 ഡേയിൽ അത്ര ആളുകളുടെ മരണപ്പെട്ട ആളുകളുടെ ബോഡി നാട്ടിൽ എത്തിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പം അത്രയും ഒരു പ്ലാൻഡായിട്ട് നമ്മുടെ വിദേശകാര്യ വക്താക്കൾ ആരൊക്കെ ആണെങ്കിലും അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നൊരു മന്ത്രി പോയത് കൊണ്ട് അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. അതായത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ടോപ്പ് ലെവൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പം വീണ ജോർജ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. അവിടെ ജസ്റ്റ് അവിടെ പോയി സ്ഥലം കണ്ട് തിരിച്ചു വരിക എന്നല്ലാണ്ട് അവർ ചിലപ്പോൾ അവിടെ തിരിച്ചെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ഒരു ബോഡി ഇവിടെ എത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും അത് എത്തിയിട്ടുള്ളതും. കഴിഞ്ഞ ദിവസം അവിടെ കാര്യങ്ങൾ നടന്നു, ഇന്നലെ സംഭവിച്ചു, ഇന്ന് ഈ ശരീരങ്ങൾ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യം രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ഉൾക്കൊള്ളാത്ത രീതിയിൽ ഏത് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ചെയ്യാൻ പറ്റുന്നതിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട്. നല്ല ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ലതേ പറയാൻ പറ്റൂ, അല്ല അതിന് കുറ്റം പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു കാര്യം ഏറ്റുപിടിച്ചിട്ട് അതിനിപ്പം നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ആരാണെങ്കിലും ഇതിൻ്റെ പിന്നാലെ പോവാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി പ്രതിപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും ഇതിൻ്റെ പിന്നാലെ പോകരുത്. എത്താൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്ന കാര്യമില്ല, ചെയ്യ കാര്യം അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇനി അവരുടെ ദുഃഖത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഈ കുടുംബത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചിട്ട് ഇനി അവിടെ ഈ ഒരു എന്താ പറയുക, ഈ തീബാധയേറ്റ് അവിടെ കിടക്കുന്ന മറ്റുള്ള ആളുകൾക്ക് എങ്ങനെ സഹായങ്ങൾ എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഇവരെന്ത് സഹായം ചെയ്യാൻ പറ്റും എന്ന് നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാണ്ട് ഇതിൻ്റെ പിന്നാലെ നമ്മൾ രാഷ്ട്രീയം അല്ലെങ്കിൽ കൊടി പിടിച്ച് വിവാദങ്ങളായിട്ട് പോവരുത് എന്നാണ്. ഞാൻ ഒരു സാധാരണക്കാരനാണ്, അപ്പം എനിക്ക് തോന്നുന്നത് എല്ലാ സാധാരണക്കാരും രാഷ്ട്രീയം ഇല്ലാണ്ട് പറയുന്ന ഒരേ ഒരു കാര്യം ഇതായിരിക്കും.